ഒരു വിഭാഗം നേതാക്കൾ പാർട്ടി തീരുമാനത്തിനും നേതൃത്വത്തിനുമെതിരെ രംഗത്ത് വരുന്നത് യാദൃശ്ചികമായല്ലെന്ന വിലയിരുത്തലിൽ വിമർശനമേറ്റ നേതാക്കൾ. വിഴിഞ്ഞം മറയാക്കി ഓഗസ്റ്റിൽ നടക്കാനിരിക്കുന്ന വിശാല സംസ്ഥാന കമ്മിറ്റിക്ക് മനഃപൂർവ്വം നിലമൊരുക്കുകയാണെന്ന സംശയമാണ് നേതാക്കൾക്കുള്ളത്. കെ രാഗേഷിനെ ഉന്നം വെക്കുന്നതിലൂടെ ലക്ഷ്യമിടുന്നത് എം വി ഗോവിന്ദനെയും പിണറായി വിജയനെയുമാണ് എന്ന വിലയിരുത്തലുണ്ട്. റോഷി പാൽ ചേരുകയാണ് നമുക്കൊപ്പം കൂടുതൽ വിവരങ്ങൾ നൽകാൻ. റോഷി, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ഒരു 20 വർഷത്തിനിടയിലാണ് ഇതാദ്യമായി CPM-നുള്ളിൽ ഇത്ര കടുത്ത ഭാഷയിലുള്ള ഭിന്നസ്വരം അത് പിണറായി വിജയനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഉയരുന്നത്. കണ്ണൂരിൽ നിന്നാണ് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. രാഗേഷിന് നേരെ വിരൽ ചൂണ്ടുന്നു എന്നേ ഉള്ളൂ. ഈ വിമർശനങ്ങളുടെ കൂരമ്പെല്ലാം തറയ്ക്കുന്നത് ഞങ്ങളുടെ നേരെയാണ് എന്ന് പിണറായിയും ഗോവിന്ദനും തിരിച്ചറിയുന്നുണ്ടോ റോഷി? സ്വാഭാവികമായും നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം തിരിച്ചടിയായി മാറിയതിനു ശേഷം CPM-നകത്ത് അത് ജില്ലാ തലങ്ങളിലും അത് പ്രാദേശിക തലങ്ങളിലുമൊക്കെ ഈ ചർച്ചകൾ, തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ കാരണം ഉത്തരവാദിത്വം ആർക്കാണെന്നുള്ള ചർച്ചകൾ മുന്നോട്ട് പോകുമ്പോഴാണ് അത് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനൊപ്പം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെയും വെച്ചുകൊണ്ട് അവർക്കെതിരെയുള്ള വിമർശനങ്ങളാണ് കൂടുതലും. ആ വിമർശനങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അത് പരസ്യമാകുന്നു എന്നാണ് പ്രധാനപ്പെട്ടത്. ഏറ്റവും ഒടുവിൽ വിഴിഞ്ഞം വോട്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് ആ ചർച്ചകൾ എത്തുകയും അതിൽ കെ രാഗേഷ് നടത്തിയ പ്രസ്താവനയ്ക്ക് ചുറ്റുമാണ് ഇപ്പോൾ ചർച്ചകൾ പോകുന്നത്. അതിലടക്കം ഭിന്നസ്വരം, അത് EP ജയരാജനിലൂടെ കെ ശൈലജയിലൂടെ ഒക്കെ ഭിന്നസ്വരം പുറത്തു വരുമ്പോൾ സ്വാഭാവികമായും ഇവരൊക്കെ ലക്ഷ്യമിടുന്നത് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെയും പിണറായി വിജയനെയും ഒക്കെ തന്നെയാണ്. ഒരു നേതൃമാറ്റം എന്ന നിലയിലേക്ക് ചർച്ചകൾ എത്തുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ആ രീതിയിലേക്ക് അങ്ങനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വിമർശനങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത്. സ്വാഭാവികമായും എല്ലാ തലങ്ങളിലും അത് ആ ചർച്ച ഉണ്ട് എന്നതാണ്. ഏറെക്കാലമായി CPM-നകത്ത് ഈ തരത്തിൽ ഒരു വിഭാഗീയത ഉണ്ടായിരുന്നില്ല. പ്രാദേശിക തലത്തിലുള്ള വിഭാഗീയതയ്ക്ക് അപ്പുറത്തേക്ക് സംസ്ഥാന നേതാക്കൾ അത്തരത്തിൽ പരസ്യമായ നിലപാട് സ്വീകരിക്കുന്ന പതിവ് CPM-ലില്ല, ഇടതുപക്ഷത്തില്ല. പക്ഷെ ആ പതിവ് തെറ്റിച്ചുകൊണ്ടാണ് ഇത്തരം പ്രതികരണങ്ങൾ വരുന്നത്. അത് നേതൃത്വത്തിന് വലിയ തലവേദനയാകുകയും ചെയ്യും. പലയിടങ്ങളിലും അങ്ങനെ തർക്കങ്ങളില്ല എന്ന് പറയുമ്പോഴും EP ജയരാജൻ അടക്കം ഉയർത്തുന്ന ഈ വിമർശനങ്ങൾ അതൊരു വിമത സ്വരമായി മാറുമോ എന്നത് പ്രധാനമാണ്. ഷിയാസ്. റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്. റോഷി പറഞ്ഞതുപോലെ തന്നെ 3 പ്രധാനപ്പെട്ട നേതാക്കൾ, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ EP ജയരാജൻ, PK ശ്രീമതി, കെ ശൈലജ, കണ്ണൂരിൽ നിന്നുള്ള നേതാക്കളാണ് ഇത്തരത്തിൽ ഭിന്നസ്വരം, എതിർസ്വരം ഉയർത്തുന്നത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം.